സ്റ്റാറിങ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ്. എന്റെ അമ്മേ, സാറേ അനാവശ്യമായിട്ട് സ്റ്റാറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാൽ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? സെക്കൻഡിലിടും കാണത്തെ. എന്താ പറിച്ചിട്ടാണുള്ള പരിപാടിയാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോൾ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ? ഓ, അത് ശരി. എന്താ മനുഷ്യരെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്കിന് ഔട്ട് ചെയ്ത്. ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? പതുക്കെ നിങ്ങളുടെ വിടാതാ. സന്തോഷം. സാറേ, എത്ര ദിവസം കിടക്കേണ്ടി വരും? ഡോക്ടർ പറയും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അല്ല, മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ ചെയ്തേ? ഊണേ. ഇതെങ്ങനെയാണ് ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ാണെന്ന് കോടതി പോവാതിരിക്കാൻ 5000 രൂപ ചോദിച്ചു. ഞാൻ രണ്ടാളോടും കൂടിയിട്ട് പറയുന്നേ. അപ്പോ ഞങ്ങൾ കോളനി പോയി വിവരം പറയാം. എല്ലാരും കൂടെ ഓടിക്കളിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതൊരു ശല്യമായി തീരും. സാറേ, തെറ്റ് എന്റെ അടുത്താണ്, എന്നോട് ക്ഷമിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യാണ്, വരൂ. അവിടെ നിൽക്ക്, ഞാൻ പിന്നെ പറയാം. അവിടെ നിൽക്ക്, നടന്നോളൂ. എന്താ ഉണ്ടായത്? ഒരുത്തന് അപകടം പറ്റി ആശുപത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്.
ആരും കണ്ടിട്ടില്ല. ദയവ് ചെയ്ത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമാ അതെ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഇയാളാള് വളരെ ഡീസന്റാ. തകരാറ് കാറിന്റെ ഒന്നല്ല. കാർ നല്ല ബെസ്റ്റ് കാറാ. ഞങ്ങൾ പോട്ടെ എന്നാ. ഉം. വാ ചേട്ടാ. വരട്ടെ. ഓ